படிச்சு முன்னேற வேலையை பாடுறா. Like everybody is asking like Kohli will touch 1,000 crores. Yeah. What is the figure in your head? I can't guarantee this 1,000 crores. I can guarantee that one number, that is 150 rupees of everybody who's gonna come into theatre. My number will be always concerned about that 150 rupees. I'm only concerned about that, not by 1,000 crores. Nobody can write a film that I'm writing a film that is going to collect 1,000 crores. Of course you cannot not. do it. Yeah. And so I'm not concerned about that much of money. I'm only concerned about the ticket cost. 1000 കോടി എന്നത് തൽക്കാലം കോളിവുഡിന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ടോളിവുഡിനുണ്ട്, ബോളിവുഡിനുണ്ട്, സാൻഡൽവുഡിനും ഉണ്ട്. എന്നിട്ടും സൗത്ത് ഇന്ത്യയിലെ തന്നെ പല വലിയ നടന്മാരും കൊടികുത്തി വാഴുന്ന കോളിവുഡിന് 1000 കോടി എന്നത് ഇന്നും നടക്കാത്തൊരു സ്വപ്നമായി നിലകൊള്ളുകയാണ്. ആദ്യത്തെ 1000 കോടി ആര് നേടിക്കൊടുക്കും എന്നതാണ് നിലവിലെ കോളിവുഡിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. രതീഷ് കൊണ്ടുവന്ന് കാണിച്ചു ഈ കൗട്ട രതീഷ് കൊണ്ടുവന്ന് കാണിച്ചു 2 സൽസ. ഏതായാലും കുറച്ചു വർഷത്തേക്ക് ഗാലറിയിലിരുന്ന് കളി ആസ്വദിക്കാനേ മോളിവുഡിന് യോഗമുള്ളൂ. ഒരു കാലത്തൊക്കെ പടം എത്ര ദിവസങ്ങൾ തിയേറ്ററിൽ ഓടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു സിനിമയുടെ വിജയം നിർണയിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇന്നത് മാറി ഫസ്റ്റ് ഡേ കളക്ഷൻ, വീക്ക്ലി കളക്ഷൻ, വേൾഡ് വൈഡ് ഗ്രോസ്, OTT റൈറ്റ്സ് തുടങ്ങിയ സിനിമ ഇൻഡസ്ട്രിയിലെ ആളുകൾക്ക് മാത്രം അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ഏതൊരു കൊച്ചുകുട്ടിയെ കൊണ്ട് പോലും ഈസി ആയിട്ട് അറിയുവാൻ സാധിക്കും. കോവിഡിന് ശേഷം ഇന്ത്യയിലെ എല്ലാ പ്രേക്ഷകർക്കും സിനിമകളോടുള്ള കാഴ്ചപ്പാടുകൾ തന്നെ മാറി എന്നതാണ് വാസ്തവം. ലോക്ക്ഡൌൺ സമയത്ത് നടനെയോ നടിയോ ആരെന്നു പോലും നോക്കാതെയാണ് പലരും പല ഭാഷകളിലെയും സിനിമകൾ കണ്ട് ആസ്വദിച്ചിരുന്നത്. ശേഷം പാൻ ഇന്ത്യൻ സിനിമ എന്ന പ്രയോഗം വളരെ കോമൺ ആയി മാറി. അതുവരെ ബാഹുബലി അല്ലാതെ അധികം സൗത്ത് ഇന്ത്യൻ സിനിമകൾ കണ്ടിട്ടില്ലാത്തവർ പോലും അതോടെ മലയാളം, തമിഴ്, തെലുങ്കു എന്നീ ലാംഗ്വേജിലെ പടങ്ങളെയും ഇരുകൈയും നീട്ടി സ്വീകരിക്കുവാൻ തുടങ്ങി. നോർത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയതോടെയാണ് സത്യത്തിൽ ഇവിടുത്തെ പല ഇൻഡസ്ട്രികളും 500 കോടി, 1000 കോടി എന്നൊക്കെ പറഞ്ഞ് മത്സരിക്കാൻ തുടങ്ങിയത്. രാജമൗലി പടങ്ങൾ മാത്രം വലിയ പ്രൊമോഷൻ ഒന്നും കൂടാതെ തന്നെ 1000 കോടി കളക്ട് ചെയ്തിട്ട് പോയി. എന്നാലും ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു എൻട്രി ആയിരുന്നു കന്നഡ ഇൻഡസ്ട്രിയുടേത്. നോർത്തിൽ പടം ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കളക്ഷനൊക്കെ ആരെക്കൊണ്ട് ഊഹിക്കാൻ പോലും സാധിക്കാത്ത അത്ര വലിയ സംഖ്യ കടക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പുഷ്പ 2ന്റെ വൻ വിജയം. ശരിക്കും പറഞ്ഞാൽ കൂലിയുടെ 1000 കോടിയിലേക്കുള്ള ജേർണി വളരെ ദുർഘടം നിറഞ്ഞതായിരിക്കും. ഒന്നാമത്തെ കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഓപ്പോസിറ്റ് വാർ 2 ആണ്. രണ്ടാമത്തെ കാരണം വാർ 2 സ്പൈ യൂണിവേഴ്സിൽ പെടുന്ന ഒരു പടമാണ് എന്നതാണ്. അതേസമയം കൂലി സ്റ്റാൻഡ് ലോൺ സിനിമയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. Not a part of LCU ன்னு சொல்றேன். Standalone film. It will start and it will end here itself. വാർ 2-ൽ സൗത്തിലെ ജൂനിയർ NTR മുഖ്യ കഥാപാത്രത്തിലെത്തുമ്പോൾ കൂലിയിൽ സൗത്തിലെ ഒരുപാട് നടന്മാരും നോർത്തിൽ നിന്ന് അമീർ ഖാനും. മൂന്നാമത്തെ കാരണം യഷ് രാജ് ഫിലിംസ് ആണ് വാർ 2ന്റെ പ്രൊഡ്യൂസേഴ്സ് എന്നതാണ്. ഇതിലെന്താണ് ഇത്ര വലിയ കാര്യമെന്ന് തോന്നിയേക്കാം. എന്നാൽ കേട്ടോ, 2012-ൽ അജയ് ദേവ്ഗാന്റെ പടമായ സൺ ഓഫ് സർദാർ യഷ് രാജിന്റെ പ്രൊഡക്ഷനിൽ SRKയുടെ ജബ് തക് ഹൈ ജാനും ഒരേ ദിവസം ക്ലാഷ് റിലീസ് ആയപ്പോൾ സൺ ഓഫ് സർദാറിന്റെ സ്ക്രീൻ കൗണ്ട് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് അജയ് ദേവ്ഗാന് നേരെ കംപ്ലൈന്റ് ഫയൽ ചെയ്തവരാണ് ഈ പ്രൊഡക്ഷൻ കമ്പനി. ആ കണക്കിന് നോക്കുമ്പോൾ കൂലിയുടെ സ്ക്രീൻ കൗണ്ടിന് എന്താണ് സംഭവിക്കുക എന്ന് കണ്ടറിയേണ്ടി വരും. വലിയൊരു സാമ്രാജ്യത്തിനുടമയായ രാജാവിന്റെ കോട്ടയ്ക്കകത്ത് കയറി അങ്ങേറെ കഴുത്തിൽ തന്നെ കത്തിവെക്കുന്ന കൂട്ട് പരിപാടിയാണിത്. മാത്രവുമല്ല, സ്പൈ യൂണിവേഴ്സിനൊക്കെ നോർത്ത് സൈഡിൽ നല്ലപോലെ സപ്പോർട്ട് കിട്ടും എന്നതിലൊന്നും യാതൊരു സംശയവും വേണ്ട. കൂലി 1000 കോടി നടണമെങ്കിൽ അതിന് വെറും പോസിറ്റീവ് റെസ്പോൺസ് മാത്രം വന്നാൽ പോരാ, എക്സ്ട്രാ പോസിറ്റീവ് റെസ്പോൺസ് തന്നെ വേണം. നിലവിലെ കോളിവുഡിലെ സെക്കൻഡ് ഹാഫ് ശാപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതും ഇത്തിരി റിസ്ക് ആണ്. പ്രത്യേകിച്ച് ലോകേഷിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പോട് കൂടി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന മാസ്റ്ററുടെയും ലിയോയുടെയും സെക്കൻഡ് ഹാഫിന് എത്രത്തോളം നെഗറ്റീവ് റിവ്യൂസ് ആണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ജയിലറിലെ പോലെ മലയാളത്തിൽ നിന്ന് ലാലേട്ടൻ, കന്നഡത്തിൽ നിന്ന് ശിവരാജ് കുമാർ, ബോളിവുഡിൽ നിന്ന് ജാക്കി ഷ്രോഫ് തുടങ്ങിയ എല്ലാവരും ഗസ്റ്റ് റോളിൽ വിളിച്ചു വരുത്തിയതുപോലെ അല്ലാതെ നാഗാർജുന ആയിക്കോട്ടെ, സൗബിൻ ആയിക്കോട്ടെ, അമീർ ഖാൻ ആയിക്കോട്ടെ, ഓരോരുത്തർക്കും ഇമ്പോർട്ടന്റ് റോൾ കൂലിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് ലോകേഷ് പറയുന്നത്. മ്യൂസിക്കിന്റെ കാര്യത്തിൽ കൂലിക്ക് യാതൊരു വിധത്തിലും നിരാശപ്പെടേണ്ടി വരില്ല. അറിയാലോ, അനിരുദ്ധാണ് ലോകേഷിന്റെ ഒപ്പമാണ്. പോരാത്തതിന് തലവർക്ക് വേണ്ടിയും കൂടെ ആകുമ്പോൾ ഡബിൾ സ്ട്രോങ് ആയിരിക്കും. ലോകേഷ് LCU എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതോടെ തുടങ്ങിയ ഏറ്റവും വലിയ ഏടാകുടം പിടിച്ച പരിപാടിയാണ് ഈ ഫാൻ തിയറി എന്ന് പറയുന്ന സംഭവം. ലോക്കി എന്നടാ പെണ്ണപ്പോറ എന്നും പറഞ്ഞ് ഓരോരുത്തരും ഓരോ ഫാൻ തിയറി ഇഷ്ടത്തിനങ്ങ് അടിച്ചിറക്കും. എന്നാൽ പടം ചെന്ന് കാണുമ്പോൾ ഈ പറഞ്ഞ
കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തെറി മുഴുവൻ കേൾക്കുന്നത് ലോകേഷ് തന്നെയായിരിക്കും. சப்போஸ் ரோலெக்ஸோட ட்ரக் இருக்கிற கண்டெய்னர் தேவாவோட கண்ட்ரோல்ல இருந்தா அந்த கேரக்டர் இதுல நடிக்கும் போது அந்த എന്തായാലും 1000 കോടി നേടണമെങ്കിൽ അതിന് നോർത്ത് ഇന്ത്യയിലെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. പക്ഷെ പടം കൊള്ളത്തില്ലെങ്കിൽ ഇനിയിപ്പോ ഒന്നല്ല 10 ക്യാമിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കണ്ണപ്പയൊക്കെ. മോഹൻലാൽ, അക്ഷയ് കുമാർ, പ്രഭാസ്, മോഹൻ ബാബു എന്നിങ്ങനെ ഒരുപാട് പേരുണ്ടായിട്ടും പടം ആദ്യ വീക്കിൽ തന്നെ വാഷ് ഔട്ട്. കൈദി, വിക്രം, ലിയോയ്ക്കൊക്കെ ശേഷം ലോകേഷ് പടങ്ങൾക്കും നോർത്തിൽ അത്യാവശ്യ ഫാൻ ബേസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം പണ്ട് മുതലേ നോർത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പിടിപാടുള്ള രജനികാന്ത് കൂടി നായകനെ എത്തുമ്പോൾ എന്താകുമെന്ന് കണ്ടറിയാം. എന്തൊക്കെ പറഞ്ഞാലും 1000 കോടി എന്നത് കൂലിയെ കൊണ്ട് സാധ്യമാകുമെന്ന് 100% ഉറപ്പിച്ച് പറയാനാവില്ല. കാരണം സെക്കൻഡ് പാർട്ട് അല്ലാത്തൊരു സൗത്ത് ഇന്ത്യൻ പടം 1000 കോടി നേടണമെങ്കിൽ ആ പടത്തിന് അതിന് മാത്രം കാര്യമായ എന്തെങ്കിലും ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. ബാഹുബലി 2, KGF 2, പുഷ്പ 2, RRR, കൽക്കി ഇതൊക്കെയാണ് നിലവിൽ 1000 കോടി നേടിയ സൗത്തിലെ പടങ്ങൾ. ഇതിൽ തന്നെ RRRഉം കൽക്കിയും മാത്രമാണ് സെക്കൻഡ് പാർട്ടിന്റെ സഹായത്തോടെ അല്ലാതെ 1000 കോടി സ്വന്തമാക്കിയ പടങ്ങൾ. അതിലൊരെണ്ണം സയൻസ് ഫിക്ഷൻ സിനിമയും പ്രഭാസ് നായകനും ഹെവി VFXഉം, മറ്റൊരെണ്ണം അതേപോലെ തന്നെ VFXന് വളരെ പ്രാധാന്യമുള്ളതും കൂടാതെ SSR എന്ന ബ്രാൻഡ് ഡയറക്ടറും. കൂലിനെ സംബന്ധിച്ചിടത്തോളം VFXന് അധികം പ്രാധാന്യമുള്ളതായി തോന്നുന്നില്ല. അതുകൊണ്ടാണ് 1000 കോടി നേടണമെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസ് പോരാ, ഹെവി പോസിറ്റീവ് റെസ്പോൺസ് തന്നെ വേണമെന്ന് പറഞ്ഞതിന്റെ കാരണം ജവാനും പത്താനും ഒക്കെ 1000 കോടി ലിസ്റ്റിലുണ്ടെന്നുള്ളതാണ് ആകെയുള്ള ഒരു ആശ്വാസം. ജവാനേക്കാളും മെച്ചപ്പെട്ട ഒരു പടമാണ് കൂലിയെങ്കിൽ മിക്കവാറും 1000 കോടി പോസിബിൾ ആണ്. എന്തെന്നാൽ ജവാൻ തന്നെ മെർസലിന്റെ എക്സ്റ്റൻഡഡ് കട്ട് പോലെയാണ് ഇവിടുത്തെ ഓഡിയൻസിന് ഫീൽ ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ 50-50 പടമല്ലാതെ കൈദിയൊക്കെ പോലെ 100% ലോകേഷ് പടമാണെങ്കിൽ തന്നെ 1000 കോടിയിലേക്കുള്ള ദൂരം പാതിയായിട്ട് കുറഞ്ഞു കിട്ടും. 1000 കോടി കളക്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുക എന്നത് സാധ്യമല്ല. പക്ഷെ എന്തായാലും സൗത്തിലെ ബി സെന്ററുകളിൽ വാർ 2വിനേക്കാളും ഒരുപാട് മുകളിൽ തകർത്തോടാൻ പോകുന്നത് കൂലി തന്നെയായിരിക്കും എന്ന കാര്യം രജനി സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.